സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറ്റവും അധികം വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാലവർഷക്കെടുതി വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇപ്പോൾ കഴിഞ്ഞ വർഷം വയനാട്ടിലെ ചൂരൽമലയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള പ്രളയം ബാധിക്കുകയും ഒരുപാട് ജനങ്ങൾക്ക് ജീവിതവും ഒരുപാട് മനുഷ്യർ നമ്മളോട് വിട്ടുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് സർക്കാരിൻ്റെ സഹായം കൃത്യമായിട്ട് അവിടെ എത്തുന്നില്ല എന്നും അവിടുത്തെ ജനങ്ങളായ ഒരുപാട് പേര് ദുരിതബാധിതരായിട്ടുള്ള പല ആളുകളും മാധ്യമങ്ങളിലൂടെ അവരുടെ ബുദ്ധിമുട്ട് സർക്കാർ ഇപ്പോൾ കൃത്യമായിട്ട് സഹായങ്ങൾ എത്തിക്കുന്നില്ല എന്നൊക്കെ തന്നെ വളരെ ദയനീയമായ അവസ്ഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. എന്താണ് ഇതിൻ്റെ വസ്തുത? കൃത്യമായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തത്? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്നതിന് വേണ്ടി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഹസാർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള ഫഹദ് മർസൂഖ് നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇപ്പം മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ വസ്തുത എന്താണ്? നിങ്ങളുടെ ഭാഷ എന്താണെന്ന് അറിയണം, ജനങ്ങൾക്ക് അറിയണമെന്നുണ്ടാവും. എന്താണ് അതിൻ്റെ കാര്യം? ആദ്യം ജിൻസിൽ തുടങ്ങിയ കാര്യത്തോട് പറഞ്ഞാൽ, സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം എന്ന് പറഞ്ഞ പാർട്ട് ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തുടർച്ചയായി പല ദുരന്തങ്ങളും നമ്മൾ നേരിടേണ്ടി വരുന്നത് കൊണ്ട് വളരെ സജീവതയിലുള്ള ഒരു സംവിധാനം എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും നമ്മൾ വിമർശനങ്ങളുണ്ട്, അഭിനന്ദനങ്ങൾ ഉണ്ടാവും. ചിലപ്പം നമുക്ക് നാഷണൽ ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ പല തരത്തിലുള്ള അഭിനന്ദനങ്ങൾ, അപ്രിസിയേഷൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് എൻ്റെ ഒരു സഹപ്രവർത്തകൻ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലൊരു യോഗത്തിന് പോയ സമയത്ത് കേന്ദ്ര സർക്കാരിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ കേരളത്തിൻ്റെ റെസ്പോൺസിൽ, ദുരന്തങ്ങളോട് കേരളം റെസ്പോണ്ട് ചെയ്യുന്ന കാര്യത്തെ മാതൃകയാക്കണം, KSDMയിൽ നിന്ന്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്ന് പഠിക്കണം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ എന്ന് സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർമാരുടെ യോഗത്തിൻ്റെ അകത്ത് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അതൊരു വലിയ അപ്രിസിയേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ സംവിധാനം അങ്ങനെ ആക്റ്റീവായി പ്രവർത്തനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ആളുകളുടെ ശ്രദ്ധയുണ്ടാവും. ആ ശ്രദ്ധയും ചോദ്യം ചെയ്യലും പിന്നെ ഓഡിറ്റിംഗ് ഒക്കെ വേണം. അത് ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞങ്ങൾ അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. ഇതിലൊരു പ്രധാന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ മറ്റെല്ലാ മേഖലയിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും ചേർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായ വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നതും അത് തന്നെയാണ്. അല്ലാതെ സഡൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റ് പ്രിക്കോഷൻ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ ടെക്നിക്കലിയും അല്ലാതെ ഒരു ടീം ലെവലിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പ്രധാന പ്രശ്നം ഈ ഒരു കാര്യത്തിലാണ്. ഇതിനെക്കുറിച്ചാണ് ജനങ്ങൾക്ക് കാര്യമായിട്ട് അറിയേണ്ടതുള്ളത്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഗുണകരമായ രീതിയിൽ തന്നെയാണ്, പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് അറിയേണ്ടത്. അത് ഞാൻ വ്യക്തമാക്കാം. മുതൽ രണ്ട് തരത്തിലുണ്ട് വിമർശനങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ രണ്ട് തരത്തിൽ നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. ഒന്ന്, ദുരന്ത ബാധിതരായിട്ടുള്ള ആൾക്കാർ, അവർക്ക് തീർച്ചയായിട്ടും അവരുടെ പരാതികൾ ഉണ്ടാവും. ആ പരാതികൾ നമ്മൾ ഏത് തരത്തിലുള്ള പരാതിയാണെങ്കിലും അത് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്ഷേപങ്ങളും പരാതികളും നമ്മൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അനുഭാവപൂർവ്വം സമീപിക്കുകയും അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടത് അത് സർക്കാരിൻ്റെ നിലപാടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ വന്ന പിന്നെ ചൂരൽമലയിലെ ആളുകൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടനെ തന്നെ ആ ദിവസം തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഉന്നത തലയോഗം വിളിച്ചു. ജില്ലാ കളക്ടറെ അവരുടെ പരാതികൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി തന്നെ ചുമതലപ്പെടുത്തി. അപ്പം സർക്കാരിൻ്റെ പ്രയോറിറ്റിയാണ് അത് സർക്കാരിൻ്റെ സമീപനമാണ്. ഇത് മറ്റൊരു തരത്തിൽ ഇതിന് എങ്ങനെ കാണുമെന്ന് വെച്ചാൽ, വസ്തുതകളൊന്നും മനസ്സിലാക്കാതെ, വസ്തുതകളെക്കുറിച്ച് ഒന്നും അറിയാതെ വിമർശിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതിന് മറ്റു പല മോട്ടീവുകളുണ്ടാവും. സർക്കാരിനോടുള്ള അവരുടെ വിയോജിപ്പുകളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അനാവശ്യമായി സംവിധാനങ്ങളിലുള്ള വിശ്വാസം തകർക്കാൻ വേണ്ടി. ഇത് വളരെ പ്രധാനമാണ്. ദുരന്ത നിവാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സംവിധാനങ്ങളിൽ, സർക്കാരിലാവട്ടെ, സർക്കാരിൻ്റെ ഏജൻസികളിലാവട്ടെ, ഫണ്ടുകളിലാവട്ടെ, എല്ലാം ഒരു വിശ്വാസ്യത ഉണ്ടാവണം. അപ്പോഴേ നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് എന്തോ പല മോട്ടീവുകൾ കൊണ്ട് ആളുകൾ നടത്തുന്ന പ്രചരണം ഉണ്ടാവും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനത്തെ വ്യാപകമായ പ്രചരണമുണ്ട്. പല ഘട്ടങ്ങളിൽ അത് ഉണ്ടായി വന്നു. ഒരു ദുരന്ത ഘട്ടത്തിൽ പല സമയത്ത് നമ്മൾ ആ ദുരന്ത ഘട്ടങ്ങളിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ദുരന്ത ഘട്ടങ്ങളിൽ തെറ്റായ ഇൻഫർമേഷൻ പ്രചരിപ്പിക്കുന്ന, വാട്സാപ്പിലൊക്കെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവരാരാണ്, അവർക്ക് എന്താണ് ഉദ്ദേശം നമുക്ക് അറിയില്ല. സൈക്കോകൾ എന്ന് വിളിക്കാനേ പറ്റുള്ളൂ. അപ്പം അത് ഒരു വേറെ കാറ്റഗറിയാണ്. അവരെ ഒരു തരമായിട്ട് നമുക്ക് കാണാം. എന്നാൽ
ചിലപ്പോൾ വസ്തുതകൾ മനസ്സിലാക്കാതെ ഈ പ്രചരണങ്ങളിൽ വീണു പോകുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഈ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശരിയാണല്ലോ, ചില ലളിതയുക്തികൾ കൊണ്ട് കാര്യങ്ങളെ സമീപിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർ മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇതിൻ്റെ ഒരു വസ്തുത ഞാൻ വിശദീകരിക്കാം. എന്തൊക്കെയാണ് അവിടെ നമ്മൾ ചെയ്തതിൽ ആളുകൾക്ക് ചെയ്ത് കാര്യങ്ങളിൽ കുറവുകളോ അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ പോരാ, ഈ കൂടുതൽ മാറ്റം വരേണ്ടതുണ്ടെന്നുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ വേറെയാണ്. ചിലത് ഇപ്പം നടക്കുന്ന ചില പ്രചരണങ്ങൾ അങ്ങനെയല്ല, ആ തരത്തിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഞാൻ മറ്റു തരത്തിൽ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഞാൻ ആ തരത്തിൽ എന്തൊക്കെയാണ് സർക്കാർ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് വേണമെങ്കിൽ ഞാൻ വിശദീകരിക്കാം. അതായത് ഇതിൻ്റെ അകത്ത് ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ റിലീഫ്, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു വളരെ ദീർഘമായൊരു പ്രോസസ്സാണ്. വളരെ പെട്ടെന്ന് കഴിയുന്നൊരു പ്രോസസ്സ്. അതിന് പലതരത്തിലുള്ള ഘട്ടങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ, ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ ഉടനെ തന്നെ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് അവിടെ നമ്മൾ 10,000 രൂപ ആദ്യം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുക, രക്ഷാപ്രവർത്തനം നടത്തുക, ആളുകളെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരിക, ആ ക്യാമ്പിൽ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ ജനങ്ങളുടെ ഒരു കഴിവും കൂട്ടായ്മയും ഉണ്ടല്ലോ അതിൽ. നമ്മളെല്ലാം കൂടി ചേർന്ന് അത് ഏറ്റവും ഭംഗിയായിട്ട്, ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റ് പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്താൽ മനസ്സിലാവും റിലീഫ് ക്യാമ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നുള്ളത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ റിലീഫ് ക്യാമ്പുകൾ അത്രയും ജനങ്ങളുടെ സഹകരണത്തോടു കൂടി നല്ല രീതിയിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ആ ക്യാമ്പിൽ നിന്ന് നമ്മൾ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യണം, റീഹാബിലിറ്റേഷൻ്റെ. ആ ക്യാമ്പിലേക്ക് ഭക്ഷണം, വസ്ത്രം, മറ്റുള്ള കാര്യങ്ങൾ എത്തും. അപ്പോൾ ഇതൊന്നും ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മുടെ SDRF, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ കുറച്ച് മാനദണ്ഡങ്ങളോടുകൂടി ചില ദുരിതാശ്വാസ സഹായങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നോംസ് ഉണ്ട്. അതനുസരിച്ച് 3,600 രൂപ ആളുകൾക്ക് ഇമ്മീഡിയറ്റ് റിലീഫായിട്ട്, അതായത് വസ്ത്രം, പാത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള ആൾക്കാർക്ക് കൊടുക്കണമെന്നാണ് നോംസ് ഉള്ളത്. നമ്മുടെ സ്റ്റേറ്റിൽ ഇതൊക്കെ ആ സമയത്ത് ക്യാമ്പുകളിൽ ഉള്ള ആളുകൾക്ക് ഇമ്മീഡിയറ്റ് റിലീഫായിട്ട് നമ്മളൊരു 10,000 രൂപ CMDRFൻ്റെ സഹായത്തോടു കൂടി 10,000 രൂപ, എനിക്ക് എൻ്റെ കയ്യിലുള്ള കണക്ക് എൻ്റെ ഓർമ്മയിൽ കറക്റ്റ് ആണെങ്കിൽ 1036 കുടുംബങ്ങൾക്കാണ് അവിടെ 10,000 രൂപയുടെ ഇമ്മീഡിയറ്റ് റിലീഫ് 10,000 രൂപ കൊടുത്തിട്ടുള്ളത്. ഈ ക്യാമ്പുകളിൽ വന്ന് രജിസ്റ്റർ ചെയ്തൊക്കെ, അല്ലെങ്കിൽ ദുരന്തം നേരിട്ട് ബാധിച്ചവരുണ്ടാവും, പരോക്ഷമായി ബാധിച്ചവരുണ്ടാവും. അപ്പോൾ രണ്ട് വിഭാഗങ്ങളിലെയും ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫായിട്ട് നമ്മൾ അത്രയും ആളുകളെ കൊടുത്തു. പിന്നെ മരണപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരമായിട്ട് സാധാരണ കൊടുക്കാറുള്ള 4 ലക്ഷം രൂപയാണ് SDRF നോംസ്. ഇവിടെ 6 ലക്ഷം രൂപ കൊടുത്തു. പിന്നെ അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അതായിരുന്നു. അവരുടെ ചികിത്സാ ചെലവുകളെല്ലാം സർക്കാർ വഹിച്ചു. ഈ ആളുകൾക്ക് അതിനുശേഷം ക്യാമ്പുകളിൽ നിന്ന് മാറുന്ന സമയത്ത് അവരെ വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റി. അവർക്ക് ആ വാടക ഇപ്പോഴും സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. തിരിച്ച് വീടുകളിലേക്ക് പോകാത്ത ആളുകളെ എല്ലാവരും ഇപ്പോഴും സർക്കാരാണ് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 6,000 രൂപ പ്രതി മാസം വാടക കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കുന്ന കാര്യം അതാണ്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ടുന്ന തൊഴിൽ നഷ്ടം, ലൈവ്ലിഹുഡ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അസിസ്റ്റൻസ് ആയിട്ട് അതാത് പ്രദേശങ്ങളിൽ തൊഴിലുറപ്പിൻ്റെ എത്രയാണോ വേതനം അതിൻ്റെ അനുസരിച്ചാണ് അത് കൊടുക്കുക. അപ്പം 300 രൂപ ഇവിടെ കണക്കാക്കിയിട്ട് ഒരു കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ, ആ കുടുംബത്തിൽ എന്തെങ്കിലും കിടപ്പ് രോഗികളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ 3 പേർക്ക് എന്നുള്ള കണക്കിൽ നമ്മൾ 300 രൂപ കൊടുക്കുന്നു. ആ 300 രൂപ ഇപ്പോൾ ദുരന്തബാധിതരായി എന്ന് കണ്ടെത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ദുരന്തബാധിതരായിട്ട് നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള, അത് പല മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ്. ഒന്ന്, വീടും പിന്നെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു പോയ വിഭാഗം ആളുകളുണ്ട്. പിന്നെ സർക്കാർ ഒരു തരത്തിലും വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ പ്രദേശത്തെ ജനങ്ങളുണ്ട്. അതിനെ നമ്മൾ നോഗോ സോൺ എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് 402 കുടുംബങ്ങളാണ് അവിടെയുള്ളത്. ആ 402 കുടുംബങ്ങളും പിന്നീട് അതിൻ്റെ ചുറ്റിലുമുള്ള കുറച്ച്, അതായത് ഒറ്റപ്പെട്ടു പോയ വേറെ കുറച്ച് കുടുംബങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും നമ്മൾ ഈ 300 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് തുടക്കത്തിൽ അത്ര ആയിരുന്നില്ല. തുടക്കത്തിൽ ഏകദേശം 2000-ഓളം ആളുകൾക്ക് ഇത് കൊടുത്തുകൊണ്ടിരുന്നിരുന്നു ഈ ലൈവ്ലിഹുഡ് അസിസ്റ്റൻസ്. അതിപ്പോൾ 1000 സംതിങ് ആളുകളിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഈ കാറ്റഗറി ചെയ്തതിന്റെ പുറത്താണ് കൊടുത്തു. അതെ, അത് യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ അത് 30 ദിവസത്തേക്കാണ് നോംസ് അനുസരിച്ച് അത് കൊടുക്കേണ്ടത്, ഈ അസിസ്റ്റൻസ്. അത് കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ 90 ദിവസം വരെ എക്സ്റ്റെൻഡ് ചെയ്തു. പരമാവധി 3 മാസത്തോളം കൊടുത്തു. അതിന് 3 മാസത്തിലോളം അല്ല, 3 മാസത്തിലധികം കൊടുത്തു. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു, കാരണം ആളുകൾ വീടുകളിലേക്കൊക്കെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ നമുക്കിതിനൊരു മാനദണ്ഡമാണല്ലോ, ഒരു പൊതു മാനദണ്ഡമാണല്ലോ ഇത്. പിന്നെ ഇതിൻ്റെ പ്രയോറിറ്റൈസേഷൻസും ആണല്ലോ നഷ്ടങ്ങൾ.
തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും ദുരന്തബാധിതരായിട്ടുള്ള ആളുകളാണ്, അവർക്ക് പരമാവധി കൊടുക്കണം, എന്തൊക്കെ കൊടുക്കാൻ പറ്റും അത്രയും കൊടുക്കണം എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. സർക്കാരിൻ്റെ കാഴ്ചപ്പാടും വ്യത്യസ്തമായിട്ടൊന്നുമല്ല, പരമാവധി ആളുകളെ ചേർത്ത് നിർത്തണം, സഹായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കാറ്റഗറൈസേഷനിലാണ് ഇപ്പോൾ ഒരു ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. അത് പരിഹരിക്കും അല്ലെങ്കിൽ അത് പരിശോധിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഈ 300 രൂപ കൊടുക്കുന്ന ആളുകൾ, അതിൽ കൃത്യം നമ്പർ ഞാൻ പറയാം. ഇപ്പോൾ 553 കുടുംബങ്ങളുടെ റെന്റ് ഈ മാസവും സർക്കാർ കൊടുത്തു. 402 കുടുംബങ്ങളാണ് യഥാർത്ഥത്തിൽ ദുരന്ത ബാധിതരായിട്ട് ലിസ്റ്റ് ചെയ്തത്. അതായത് ടൗൺഷിപ്പിന് വേണ്ടി നമ്മൾ വീട് വെച്ച് കൊടുക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഐഡന്റിഫൈ ചെയ്ത ലിസ്റ്റിലുള്ളത് 402 കുടുംബമാണ്. എന്നാൽ 553 കുടുംബങ്ങൾക്ക് ഇപ്പോൾ റെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റപ്പെട്ട് പോയത്, വഴി തടസ്സപ്പെട്ടു, വഴി ഇല്ലാതായി പോയത്, അതുപോലെ ഏതെങ്കിലും പിന്നെ വലിയ ദുരന്ത ബാധ്യത, ഇനിയും ദുരന്ത സാധ്യതയുള്ള മറ്റു സ്ഥലങ്ങളുണ്ടല്ലോ തൊട്ടടുത്തുള്ള, അവിടങ്ങളിലുള്ള ആൾക്കാർ നമ്മൾ ക്യാമ്പുകളിലേക്കൊക്കെ എപ്പോഴും മാറ്റേണ്ടുന്ന സാഹചര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുൾപ്പെടെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് റെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 553 കുടുംബങ്ങൾക്ക് 6000 രൂപ വീതം ഈ ദുരന്തം സംഭവിച്ച മുതൽ. കൂടാതെ 69 കുടുംബങ്ങൾ ഗവൺമെന്റിന്റെ ക്വാർട്ടേഴ്സുകളിലാണ് താമസിക്കുന്നത്. അപ്പൊ അവർക്ക് റെന്റിന്റെ പ്രശ്നമില്ല. അപ്പൊ 553 ഈ 69 കുടുംബങ്ങളുമായി. ഇതിൽ 402 ആണ് നമ്മുടെ ലിസ്റ്റ് അനുസരിച്ച് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ഈ 300 രൂപ പ്രതിമാസം കൊടുക്കുന്നത് 1137 ആളുകൾക്ക് ഈ മാസം 2000-ഓളം ഉണ്ടായിരുന്നു എന്നാണ് ഓർമ്മ ശരിയാണെങ്കിൽ. ഇത് 1137 ആളുകൾക്ക് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ അവരാണ് അപ്പോൾ നേരിട്ട് ഇപ്പോഴും ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരെ കാറ്റഗറൈസ് ചെയ്ത് ആ ആളുകൾക്ക് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടുകൾ വ്യത്യസ്തമായ തലത്തിൽ. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ അവിടെ പടവെട്ടിക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു ക്ലസ്റ്റർ ഓഫ് വീടുകളുണ്ട്. ഇപ്പം നമ്മൾ ഈ നോ ഗോ സോണൊക്കെ തീരുമാനിക്കാൻ പലതരം ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട വീടുകൾക്ക്. അപ്പോൾ ഈ സ്ഥലത്ത് കുറച്ചൊരു ക്ലസ്റ്റർ ഓഫ് 30 വീടുകളോ 20 വീടുകളോ അങ്ങനെ കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് വീടുകളാണ്. അപ്പോൾ ആ വീടുകളിലേക്കുള്ള വഴി ഈ ദുരന്തം ബാധിത സ്ഥലത്താണ്. അവർ സേഫാണ്. ഈ വിദഗ്ധ സംഘം ഉൾപ്പെടെ പഠിച്ച് പറഞ്ഞതിൽ നിന്ന് ഈ സ്ഥലം ദുരന്ത സാധ്യതയുള്ള ഒരു സ്ഥലമല്ല, അല്ലെങ്കിൽ ദുരന്ത സാധ്യത കൂടിയ സ്ഥലമല്ല. അവർക്ക് അവിടെ ജീവിക്കാൻ ഇനിയും പറ്റും. അവർക്ക് വീട്, അവർക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല, അവർക്ക് ഇനിയും അവിടെ തുടരാൻ പറ്റും. പക്ഷെ അവരുടെ വഴി ഈ ദുരന്തബാധിത സ്ഥലത്താണ്, അങ്ങോട്ടുള്ള വഴി. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് അതിന്റെ പ്രയാസം ഉണ്ട്. അതുകൊണ്ട് അവരെ ആദ്യഘട്ടത്തിൽ ഇതിന്റെ കൂടെ പരിഗണിച്ചിരുന്നു. അപ്പൊ പക്ഷെ അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല, അവർക്ക് അങ്ങോട്ട് വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള സൊല്യൂഷനാണ്. അത് അവിടുത്തെ വാർഡ് മെമ്പറും അവിടുത്തെ ജനങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് ഉണ്ടായ ഒരു ഇതാണ്. അപ്പൊ അതിലൊക്കെയാണ് ഇപ്പൊ തർക്കമെന്ന് തോന്നുന്നു. അത് ഇപ്പോൾ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. വേറൊരു സ്ഥലത്ത് പിന്നെ കൈനാങ്കുളം അങ്ങനെ എന്തോ ആണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഓർക്കാൻ പ്രയാസമുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് കുറച്ച് കുടുംബങ്ങൾ അവിടെ ഉരുൾപൊട്ടിയ സ്ഥലമല്ല, പുത്തുമലയുടെയും ഇതിൻ്റെയും ഇടയിലുള്ള ചുരൽമലയുടെ ഇടയിലുള്ളൊരു സ്ഥലമാണ്. അവിടെ പക്ഷേ ഇനി പൊട്ടാൻ അല്ലെങ്കിൽ ഇനി ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള ആളുകളെയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി അവർക്കും സഹായങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ചില ആളുകൾക്കൊക്കെ തൊഴിൽ, അവർക്ക് ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്, അവർക്ക് മറ്റു വരുമാന മാർഗങ്ങൾ ഉണ്ട് എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം ഉദ്യോഗസ്ഥർ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇതിനൊരു പ്രയോറിറ്റി, ഒരു ക്രൈറ്റീരിയ തീരുമാനിക്കണമല്ലോ. അപ്പം അതിലാണ് ഇപ്പോൾ തർക്കങ്ങൾ വന്നിട്ടുള്ളത്. ആ തർക്കങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് നടപടി സ്വീകരിക്കുന്നത് പറഞ്ഞത്. പക്ഷേ ഇതിന്റെ പേരിൽ നടക്കുന്ന പ്രചാരണത്തിൽ അങ്ങനെയല്ല, ഇവർക്കൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപക്ഷെ ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഇത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നാളെ ഇതേ ആളുകൾ, ഈ പ്രകടനം നടത്തുന്ന ആൾക്കാർ തന്നെ പറയും, നോക്കൂ സർക്കാർ ഈ ആളുകൾക്ക് അന്യായമായി അനർഹമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരൊന്നും ദുരന്തബാധിതരല്ല. ഇപ്പം നമ്മൾ വിധവാ പെൻഷന് മേടിക്കുന്ന പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീയെ കുറിച്ച് നാട്ടിൽ ആളുകൾ പറയുന്നില്ല, വിധവാ പെൻഷൻ മേടിക്കുന്നവർ എന്ന് പറയുന്നത്. അതേപോലെ ആയിരിക്കും ഇവർ. അതായത് നമ്മുടെ ഈ ഹെൽപ്പ് എന്തിനാണ് കൊടുക്കുന്നത്? ഈ അസിസ്റ്റൻസ് കൊടുക്കുന്നത് ലൈവ്ലിഹുഡ് ലോസിനാണ്. അതായത് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതിന് പകരമായിട്ട് കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസ് ആണ്. ആ ഹെഡിലാണ് ഇത് കൊടുക്കുന്നത്. ആ ഹെഡിൽ കൊടുക്കുമ്പോൾ അവർക്ക് വേറെ ആ വീട്ടിലെ ആൾക്കാരൊക്കെ ജോലിക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഏതെങ്കിലും ഘട്ടത്തിൽ വരുന്നു വന്നാൽ ഈ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഒരു നിലപാടെടുത്തത്. അപ്പൊ അതിന്റെ പുറത്താണ് ആ ചർച്ച ഉണ്ടായതെന്നാണ് ഞാൻ തോന്നുന്നത്. ഇനി ഇതൊന്നും മാത്രമല്ല നമ്മൾ ചെയ്തത്. നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഈ ആളുകളെ എല്ലാവരെയും ഈ വാർഡുകളിലേക്ക് ചുമ്മാ സർക്കാർ ഇപ്പം നിങ്ങളിപ്പം നമ്മളെപ്പോഴും വിദേശ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളൊക്കെ പറയാം, ഒരു വീട് ഒരു ദുരന്തത്തിൽ അമേരിക്കയിൽ നഷ്ടപ്പെടുന്നു വരുക, നിങ്ങൾക്കൊന്നും കോമ്പൻസേഷൻ കിട്ടത്തില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ അവിടെ ഇൻഷുറൻസ് ഉണ്ടാവും. ആ ഇൻഷുറൻസ്
കമ്പനി നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ വീട് പോയി തരുമല്ലോ. ഇന്ത്യയിലെ സിസ്റ്റം അതല്ല. നമ്മുടെ രാജ്യത്തിന് പരിമിതികൾ ഒരുപാടുണ്ട്, പക്ഷെ നമ്മുടെ രാജ്യത്തിന് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പോസിറ്റീവുകളും ഉണ്ട്. നമ്മൾ ഒരു ദരിദ്ര രാഷ്ട്രമാണ്, അല്ലെങ്കിൽ നമ്മളൊരു വികസ്വര രാഷ്ട്രമാണ്. പക്ഷെ ഇവിടെ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അതിൽ തന്നെ എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഈ പറയുന്ന റിലീഫ് പ്രവർത്തനങ്ങളും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നത് കേരളം തന്നെയാണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ജനങ്ങൾ ഈ ഒരു വിഷയം വരുന്ന സമയത്ത് ജനങ്ങൾക്കിടയിലുള്ള വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത് CMDRFിലേക്ക് വലിയ തോതിലേക്ക് മുഖ്യമന്ത്രി സംഭാവന ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നു, കോടികൾ അതിലേക്ക് ഞാനും എന്നെ കേൾക്കുന്ന ഒരുപാട് മനുഷ്യർ അവരുടെ വേർപ്പിൻ്റെ ഒരു പങ്ക് ഈ മനുഷ്യരെ മുന്നോട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ പൈസ എടുത്തിട്ട് ഇവർ പല വകമാറ്റി ചെലവഴിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ഒരു ആരോപണം ഉണ്ട്. അതും യഥാർത്ഥത്തിൽ ജനങ്ങൾ അറിയേണ്ട ഒരു വസ്തുത എന്താണ്? CMDRFിലേക്ക് വന്ന പണം മറ്റൊരു കാര്യത്തിന് വകയിരുത്താനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം നടക്കുന്നത്, അതിൻ്റെ പിന്നിലുള്ള സാങ്കേതികമായ കാര്യത്തെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും അറിയണം. കാരണം തെറ്റായ പ്രചരണം വരെയും അത് എളുപ്പമാണല്ലോ സെൻഡ് ചെയ്തിട്ട് പോകാനായിട്ട്. സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ പ്രചരണം കൃത്യമായിട്ട് പല ആളുകളിലേക്ക്. അപ്പോൾ വീണ്ടും ഇതേപോലൊരു പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നിലവിലുള്ള ഈ ഒരു സർക്കാർ ആയിരിക്കണം എന്നുണ്ടാവില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ പറയുന്ന പ്രതിഷേധക്കാർ ഇപ്പം ചിലപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിനെ എതിർക്കുന്നുണ്ടാവുക. അപ്പം നാളെ മറ്റൊരു സർക്കാർ വരുന്ന സമയത്ത് ഇത് സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ കാണിക്കും എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. അത് വലിയൊരു രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ CMDRFിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഈ ഫണ്ട് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ശരിക്കും നടക്കുന്നതും കൂടെ ഒന്ന് അറിയുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ജിൻസിൽ പറഞ്ഞത് തന്നെയാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഈ ക്യാമ്പയിൻ്റെ ഒക്കെ അവസാനം ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതമായിട്ടുണ്ടാകാൻ പോകുന്നത് CMDRF എന്ന് പറയുന്ന ആ ഒരു ഫണ്ടിൽ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതിൽ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കും. നോക്കൂ, ജിൻസിൽ പറഞ്ഞ പോയിന്റ് അതിലുണ്ടല്ലോ. കേരളം വ്യത്യസ്തമായി നിൽക്കുന്നു. ഇന്ത്യയിലെ മാനദണ്ഡമുണ്ട്. ഇന്ത്യയിലെ മാനദണ്ഡം അനുസരിച്ച് ഇപ്പം ചൂരൽമലയിൽ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെട്ട ഒരു വീടിന് 1,30,000 രൂപയാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. ആ 1,30,000 രൂപ അങ്ങനെ കൊടുത്താൽ നമ്മുടെയൊക്കെ പണി കഴിഞ്ഞു, കൊടുത്തുന്നായി, നിയമപരമായ ബാധ്യത കഴിഞ്ഞു. അതാണ് ഇന്ത്യയിലെ കോമ്പൻസേഷൻ. പക്ഷേ നമുക്ക് കേരളത്തിൽ അതല്ല. കേരളത്തിൽ 2018 മുതൽ അതല്ല. 2018 പ്രളയത്തിൽ ഉൾപ്പെടെ നമ്മൾ 4 ലക്ഷം രൂപയാണ് ഒരു വീട് നഷ്ടപ്പെട്ടാൽ കൊടുക്കുന്നത്. കാരണം 1,30,000 വീട് പോയിട്ട് ചായ്പ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. 4 ലക്ഷം തന്നെ തികയത്തില്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് 4 ലക്ഷം ലൈഫിന് കൊടുക്കുന്ന ഇതാണ്. അപ്പോൾ 4 ലക്ഷം രൂപയാണ് നമുക്കത് കൊടുക്കാൻ പറ്റുക. പക്ഷേ ഇവിടെ നമ്മൾ അതുമല്ല, അതിൻ്റെ അപ്പുറത്ത് പോയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മൾ അവരെ ഇതൊരു പഞ്ചായത്തിലെ 3 വാർഡിൽ സംഭവിച്ച ഒരു ഇവൻ്റാണ്. പക്ഷെ അവരുടെ എല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ അത്രയും ഡെവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. അപ്പം അതിന് മലയാളികൾ ഈ സർക്കാരിലും അതുപോലെ സർക്കാരിൻ്റെ ഈ ദുരന്ത നിവാരണ സംവിധാനത്തിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വളരെ ഉന്നതമായൊരു മൂല്യം കാണിച്ചുകൊണ്ടാണ് അവർ CMDRFിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 750 കോടി രൂപ നമുക്ക് അതിൻ്റെ അകത്തേക്ക് സംഭാവനയായിട്ട് വരുന്നത്. പിന്നെ കേന്ദ്ര സർക്കാർ നമുക്ക് വായ്പ പോലും തന്നത് അത്രയില്ല. വായ്പ തന്നത് പോലും അത്ര എമൗണ്ട് വരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 പ്രളയങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു തുടർച്ചയായ ദുരന്തം സംഭവിക്കുന്ന വാർഷികമായിട്ടുള്ള SDRF അലോക്കേഷൻ പോലും അത്ര തുകയില്ല. അപ്പൊ ആ 750 കോടി രൂപ എന്ന് പറയുന്നത് ജനങ്ങളുടെ സംഭാവനയോടുകൂടി വരുന്നു. അത് വെച്ചാണ് നമ്മുടെ ഈ റിലീഫ് ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡുകൾ ഉയർത്താൻ പറ്റുന്നത്. നമ്മുടെ സംവിധാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ അഭിമാനത്തെയും ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്തുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. ആളുകൾക്ക് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആളുകൾക്കൊക്കെ പൈസ കൊടുത്താൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പണി കഴിഞ്ഞു പറയുമ്പോൾ വലിയ പൈസ കൊടുത്തു എന്ന് പറയുകയും ചെയ്യാം. പൈസ കൊടുത്തതുകൊണ്ട് മാത്രമായിരിക്കില്ല അവിടെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നത്. നമ്മൾ ചെയ്തത് ഓരോ കുടുംബങ്ങൾക്കും മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കി, കുടുംബശ്രീയെയും തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മൈക്രോ പ്ലാനുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചില ആളുകൾക്ക് വിദ്യാഭ്യാസത്തിലായിരിക്കും കൂടുതൽ ഇത് വേണ്ടത്, അതിന് വേണ്ട സജ്ജീകരണങ്ങൾ, ചില ആളുകൾക്ക് ലൈവ്ലിഹുഡ് കണ്ടെത്താനുള്ള. അപ്പോൾ അവരുടെ ജീവിതം പൂർവ്വസ്ഥിതിയിലാക്കുക. മുന്നേ അവരെങ്ങനെ ജീവിച്ചിരുന്നോ അവരുടെ നഷ്ടങ്ങൾ നമുക്ക് നികത്താനൊന്നും പറ്റില്ല. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പിന്നെ നികത്താൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ മറ്റെല്ലാവരെയും പോലെ, നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എല്ലാവരെയും പോലെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുവരണം ആ ആളുകളെ. അതിനു വേണ്ടി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് സർക്കാർ സംവിധാനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ടൗൺഷിപ്പ് എന്ന് പറയുന്ന നമ്മൾ മുന്നേ ചെയ്യാത്തൊരു കാര്യം ഇപ്പൊ ഇത്തവണ മാതൃകയാക്കി രാജ്യം മുഴുവൻ വന്ന് വയനാട്ടിലെ ചുരൽമല പുനരധിവാസം കാണണം, നമ്മൾ അത്രയും മാതൃകാപരമായിട്ടാണ് ചെയ്തതെന്നുള്ള പറയാനുള്ളൊരു കോൺഫിഡൻസ് വരുന്നത് തന്നെ ഈ ഫണ്ടാണ്. ആ ഫണ്ട് വെച്ച് 351 കോടി രൂപയുടെ ടൗൺഷിപ്പാണ് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ
ആദ്യഘട്ടം എനിക്ക് തോന്നുന്നത് ഡിസംബർ ജനുവരി മാസം ആകുമ്പോഴേക്കും പൂർത്തീകരിക്കപ്പെടും വീടുകളുടെ. അതിൻ്റെ അകത്ത് തന്നെ 402 കുടുംബങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീട് സ്ഥലവും നഷ്ടപ്പെട്ട ആളുകളുള്ളത്. അവരിൽ 104 കുടുംബങ്ങൾ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറയുകയും അവർക്ക് 15 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. ഓൾറെഡി അത് കൊടുത്തു കഴിഞ്ഞു. 15 ലക്ഷം രൂപ അവർ മേടിച്ച് 2 മാസം കൂടി അവർക്ക് വാടകയും കൊടുത്തു, പുതിയ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് മറ്റേതെങ്കിലും വീടുകളോ അല്ലെങ്കിൽ വീട് വെക്കാനുള്ള സ്ഥലമോ ഒക്കെ ഉള്ള ആളുകളായിരിക്കും. ഈ സ്ഥലത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലം പോകാൻ പാടില്ല എന്ന് പറഞ്ഞ അർത്ഥം ഈ സ്ഥലം അവർ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലം നന്നാക്കി കൃഷി ചെയ്യാനുള്ള സൗകര്യം അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ, അവിടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ഭൂമി റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനും കുറെ പൈസ ആവശ്യമുണ്ട്. അത് ആ സ്ഥലം റിക്കവർ ചെയ്ത് കൃഷിക്ക് യോജ്യമായ രീതിയിലാക്കും. അപ്പൊ ആ ഒരു പ്രോസസ്സ് അവിടെ വേറെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ആളുകൾക്ക് ടൗൺഷിപ്പിൽ വീട് എടുക്കുന്ന ബാക്കി ഈ 402 ഈ 104 കഴിച്ച് ബാക്കിയുള്ളവരാണ് ടൗൺഷിപ്പിലേക്ക് വീട്. അവർ ടൗൺഷിപ്പിൽ അവരുടെ വീട് കൊടുത്ത് 1 മാസം കൂടി അവർക്ക് ഈ വാടക കണ്ടിന്യൂ ചെയ്യുന്നതാണ് സർക്കാർ. അപ്പോൾ വാടക കൊടുക്കുന്നത് ഇതിൽ നിന്നാണ്? ഈ CMDRFിന്റെ സഹായത്തോടു കൂടിയാണ്. ഈ നേരത്തെ പറഞ്ഞ 3600 രൂപ 10,000 കൊടുക്കുന്നത് CMDRFിന്റെ സഹായത്തോടു കൂടിയാണ്. ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് CMDRF ആണ്. ഇതിന്റെ ഭാഗമായിട്ട് ടൗൺഷിപ്പിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വീടുകൾ കെട്ടി വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത്. സമഗ്രമായിട്ട് അവിടെ ഹെൽത്ത് സെന്റർ, പിന്നെ സ്കൂള്, അംഗൻവാടി, പൊതു ഇടങ്ങൾ, അവിടേക്കുള്ള മറ്റെല്ലാ ആക്സസിബിലിറ്റി, ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസും എല്ലാം കൂടി ചേർത്തിട്ടാണ് അവിടെ കമ്പാരിറ്റീവ്ലി അവിടെ ഏറ്റവും കൂടുതൽ ബെറ്റർ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തി. നമ്മുടെ റെക്കോർഡ് വേഗത്തിലാണ് നമ്മുടെ ആ കേസൊക്കെ ജയിക്കാൻ പറ്റുന്നത്. അത്രയും എഫേർട്ട് അതിന്റെ പുറകിൽ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ എടുത്തിട്ടുണ്ട്, ഉദ്യോഗസ്ഥരാണെങ്കിലും സർക്കാരാണെങ്കിലും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ ഒരു സ്ഥലം വരുന്നു, ഒരു ടൗൺഷിപ്പ് വരാൻ പോകുന്നു. അത് യാഥാർത്ഥ്യമാക്കുക. അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് വെച്ചാൽ അഭിമാനമാണ്, നമ്മുടെ മനുഷ്യരുടെ ആത്മാഭിമാനം. അവർക്ക് എന്തോ കൊടുത്ത് അവരെ ഒഴിവാക്കുക എന്നുള്ള അപ്പുറത്തേക്ക് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ ഈ ഒരു നമ്മുടെ എക്കണോമിയിൽ തന്നെ അവരെ നിർത്തി അവരതിന്റെ ചലിക്കുന്ന ആളുകളാക്കി മാറ്റിയിട്ട് അവരെ ആ സമൂഹത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവന്ന് അവരെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ CMDRF നമ്മൾ ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ CMDRF എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഫണ്ട് ഒന്നല്ല. CMDRF കൃത്യമായ ഓഡിറ്റിംഗുള്ള സർക്കാരിന്റെ 1 രൂപ അതിൻ്റെ അകത്ത് നമുക്ക് കണക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല. കൃത്യമായ കണക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നുള്ള പേരാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നുള്ള പേര് ഉണ്ടെന്ന് കരുതി മുഖ്യമന്ത്രിയുടെ എന്താ ഫണ്ടല്ല അത്. മന്ത്രിസഭയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാം. അതിന് റവന്യൂ സെക്രട്ടറി ആണ് അതിന്റെ ചുമതല വഹിക്കുന്നത്, ഫിനാൻസ് സെക്രട്ടറിയും ഉള്ള ഒരു പ്രത്യേക സംവിധാനം അതിനുണ്ട്. ആ സംവിധാനം അതിൽ ഓരോ രൂപയും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. ഇത് പ്രത്യേകമായി കിറ്റിയാക്കി വയനാടിന് വേണ്ടി മാറ്റി തന്നെ വെച്ചിരിക്കുകയാണ്, വയനാടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ. പക്ഷേ ഈ ഫണ്ടിലേക്ക് ആളുകൾ അകമഴിഞ്ഞ് സഹായം നൽകിയത് ഇതിലുള്ള വിശ്വാസ്യത കൊണ്ടാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ആർജിച്ചെടുത്തൊരു വിശ്വാസമാണ്, സർക്കാർ ചെയ്തതുകൊണ്ടാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോക്കൂ, കേരളം അത്ര ദരിദ്രമായിട്ടുള്ളൊരു സ്റ്റേറ്റ് ഒന്നുമല്ലല്ലോ. നമുക്ക് ഒരുപാട് സംഘടിതമായിട്ടുള്ള സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സജീവമാണ്, എല്ലാ വിഭാഗം ആളുകളുണ്ട്, മതസാമുദായിക സംഘടനകളുണ്ട്. മറ്റ് പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ള കേസ് സ്റ്റഡീസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ സർക്കാർ ഈ പറയുന്ന ധനസഹായങ്ങളൊക്കെ കൊടുക്കും, ഈ നോംസ് അനുസരിച്ചുള്ളത്. ചിലപ്പം അതിനധികം ഏതെങ്കിലും ഇലക്ഷൻ സമയമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഒക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ അങ്ങനെ കൊടുക്കും. പക്ഷെ വീടൊക്കെ വെച്ച് കൊടുക്കുക ഏതെങ്കിലും മതസാമുദായിക സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഒക്കെ ആയിരിക്കും. കേരളത്തിൽ അത് പറ്റാത്തതുകൊണ്ടല്ല. പക്ഷെ എന്ത് സംഭവിക്കും, ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു യുവജന സംഘടന എനിക്ക് വീട് വെച്ചു തന്നു, ഞാൻ എല്ലാ കാലം അവരോടൊരു വിധേയത്വം കാണിക്കണ്ടേ? എനിക്ക് എല്ലാ കാലം അവരോട് നന്ദി കടപ്പാടും പറയണ്ടേ? സർക്കാർ വെച്ചെന്നാൽ അതാണോ? അല്ല, സർക്കാർ വെക്കുമ്പോൾ നമ്മുടെ അവകാശമാണ്, എന്റെ സർക്കാരാണ്. അപ്പൊ എനിക്ക് എന്ന് വേണമെങ്കിലും സർക്കാർ വിമർശിക്കാം. എനിക്ക് സർക്കാർ വീട് വെച്ചെന്നു, ഈ പാർട്ടിയുടെ സർക്കാർ എനിക്ക് വീട് വെച്ചെന്നു, അതുകൊണ്ട് ആ പാർട്ടിയെ വിമർശിക്കാൻ പാടില്ല, സർക്കാർ വിമർശിക്കാൻ പാടില്ല, പ്രശ്നമില്ല. നമുക്ക് സർക്കാർ വെച്ച് തരുമ്പോൾ നമ്മുടെ പൈസയാണ്, നമ്മുടെ ടാക്സ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ജനങ്ങൾ കൊടുത്ത സംഭാവനയാണ്. അപ്പൊ ആ ബോധം, അവകാശബോധം ഉണ്ടാവും മനുഷ്യർക്ക്, ആത്മാഭിമാനം ഉണ്ടാവും മനുഷ്യർക്ക്. സർക്കാരിനോടൊരു വിധേയത്വം കാണിക്കേണ്ട ആവശ്യമില്ല. സർക്കാർ നമ്മുടേതാണ്, നമ്മളാണ്. അപ്പോൾ ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും നല്ല മാതൃകയാണത്. അത് സാധ്യമാക്കുന്നത് ഈ CMDRF പോലുള്ള സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് അതിൽ സംഭാവന കൊടുത്തത്. അത് സർക്കാർ ആ വിശ്വാസത്തെ കാത്തിട്ടാണല്ലോ 2018 നമുക്ക് 4000-ലധികം കോടി രൂപ, 5000-ഓളം കോടി രൂപ നമുക്ക് CMDRFിൽ വന്നത് നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിച്ചല്ലോ. അതിനൊക്കെ തുടർച്ചയായിട്ടാണല്ലോ ഇപ്പം ആളുകൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ ആളുകൾ ഫണ്ട് കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. ഇത് നമ്മൾ
എന്താ പറയുക, ഒരു ദുരന്തം സംഭവിച്ച സ്ഥലത്ത് നമ്മൾ അബാൻഡൻ ചെയ്തിട്ട് ഇനി അവരുടെ ടൗൺഷിപ്പ് കഴിയുമ്പോൾ അവരെ പോയി വിളിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇവരായിട്ട് കണ്ടിന്യൂസ് കോൺടാക്ട് ഉണ്ട് നമുക്ക്. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത്, അവിടുത്തെ പഞ്ചായത്ത്, അവിടുത്തെ ജില്ലാ ഭരണകൂടം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, അവിടെ സംസ്ഥാനത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറി നേരിട്ട് അവിടെ പോയി അവിടെ ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരുടെ ആവശ്യങ്ങൾ കേട്ട് എന്താണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് കേട്ടതിന് ശേഷമാണ് നമ്മൾ ടൗൺഷിപ്പ് പ്ലാനിലേക്കൊക്കെ പോകുന്നത്. ടൗൺഷിപ്പ് എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചിട്ട് ആശയം അവരോട് ചർച്ച ചെയ്ത് അവർക്ക് എങ്ങനെയാണത് വേണ്ടത് എന്നൊക്കെ സംസാരിച്ച് ചീഫ് സെക്രട്ടറി നേരിട്ട് പോയിട്ട് എല്ലാ മാസവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി അവിടെ പോവാണ്. എല്ലാ മാസവും ഈ ദുരന്തം സംഭവിച്ച എല്ലാ മാസവും ഈ ആളുകളോട് സംസാരിക്കാൻ, അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ. ഈ 402 കുടുംബങ്ങളായിട്ട് അവർ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 402 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 553 കുടുംബങ്ങൾക്കും പിന്നെ ഒരു 59, അപ്പോൾ ആ ഒരു 600-ലധികം ഫാമിലീസുമായിട്ട് എപ്പോഴും നമ്മൾ കോൺടാക്റ്റിലുണ്ട് സിസ്റ്റം. അപ്പോൾ അവർക്ക് ഫുഡ് കൂപ്പൺ കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും 1000 രൂപ. ആദ്യം 2000 രൂപയായിരുന്നു, അത് പിന്നെ 1000 രൂപയായി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ ഫുഡ് കൂപ്പൺസ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഈ പിന്നെ CSR ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വീട്ടിലേക്കും പോകുമ്പോൾ ആളുകൾക്ക് ബാക്ക് ടു ഹോം കിറ്റ് കൊടുത്തു. ബാക്ക് ടു ഹോം കിറ്റ് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇതല്ല, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഫർണിച്ചർ ഉൾപ്പെടെ വീട്ടിലേക്ക് ബാക്ക് ടു ഹോം കിറ്റ്, ഈ ഫർണിച്ചർ ഉൾപ്പെടെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവിക്കുന്ന കാര്യം CMDRF എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ വിശ്വാസ്യത തകർന്നാൽ ഭാവിയിൽ ഇനിയും ദുരന്തങ്ങൾ സംഭവിക്കാം നമ്മുടെ സംസ്ഥാനത്ത്. നാളെ നമ്മളെ ബാധിക്കുന്ന ദുരന്തം സംഭവിക്കാം. ആ ഘട്ടത്തിൽ നമുക്ക് ഈ SDRFൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഈ നേരത്തെ പറഞ്ഞ 1 ലക്ഷം രൂപയുടെ 1.30 കൊടുക്കുക എന്നുള്ള നോംസ് അനുസരിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന പണമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ വിശ്വാസം തകർക്കുന്ന രീതിയിലേക്ക് ഉള്ള ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത് ഒട്ടും ഭൂഷണമായിരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. വേറൊരു കാര്യമുള്ളത്, ഈ ആളുകൾ വളരെ കേൾക്കുമ്പോൾ ഫാൻസി ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നുന്ന പലതരത്തിലുള്ള ലളിത യുക്തികളാണ് പ്രയോഗിക്കുന്നത്. ഇപ്പോൾ ആളുകൾക്ക് പൈസ വിധിച്ചു കൊടുത്താൽ പോരെ. നമ്മുടെ രാജ്യത്ത് ബജറ്റ് ഒന്നും അവതരിപ്പിക്കേണ്ട കാര്യമല്ല. ഈ പൈസ എല്ലാം ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത് അങ്ങ് നികുതി പിരിക്കുക ചെയ്താൽ മതി. പിന്നെ ആളുകൾക്ക് പൈസ കൊടുത്താൽ പ്രശ്നങ്ങൾ സോൾവ് ആവില്ല. ആളുകളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ പൈസ കൊടുത്താൽ കിട്ടിയാൽ മാത്രം തീരുന്ന പ്രശ്നങ്ങളായിരിക്കില്ല അവിടുത്തെ ജനങ്ങളുടേത്. അപ്പോൾ അതിനങ്ങനെ കണ്ടുകൊണ്ട് ഓരോന്നിനെയും ഓരോ മൈക്രോ പ്ലാൻ ഉണ്ടാക്കി ഓരോ ഫാമിലിയെയും അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പരമാവധി അവരുടെ ജീവിതം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമമാണ് എല്ലാ സംവിധാനങ്ങളും കൂടി ചേർന്ന് ചെയ്യുന്നത്. അതിൽ ഉദ്യോഗസ്ഥരൊക്കെ വളരെ വലിയ റോൾ വഹിക്കുന്നുണ്ട്. ആരും 8 മണിക്കൂർ ജോലി ചെയ്തിട്ട് പോകുന്ന സംവിധാനമൊന്നല്ല ഇപ്പോൾ. റവന്യൂവിലാവട്ടെ പിന്നെ പഞ്ചായത്തിലാവട്ടെ എല്ലാം ഇതിലൊക്കെ ആക്ഷേപം വന്ന ഉദ്യോഗസ്ഥരുടെ എതിരെയൊക്കെയാണ്. പക്ഷെ അതിൽ ചിലപ്പോൾ പിന്നെ എനിക്കറിയില്ല അവിടുത്തെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. ആളുകൾ വളരെയധികം പിന്നെ കൂടുതൽ സമയം ഇതിനു വേണ്ടി ചിലവഴിച്ച് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ മാനിക്കണം ആരാണെങ്കിലും. പിന്നെ അത് സംഭവിക്കുന്നു. പക്ഷെ അനുഭവപൂർവ്വമായിട്ട് അവരോട് പെരുമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ അല്ലാത്ത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനും പറ്റില്ല. ഈ ദുരന്തബാധിതരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കേൾക്കുകയും അവരുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്കുള്ളത് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഇപ്പോഴുള്ള ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നത് മാത്രമല്ല, ഇനി അങ്ങോട്ടും നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ ഐക്യവും ആ സ്നേഹവും ആ സാഹോദര്യവും നമുക്ക് നിലനിർത്താൻ പറ്റണം. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ മാറ്റിവെച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞതിൽ കുറേ വിട്ടുപോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതലല്ലാതെ കുറവല്ല ചെയ്ത കാര്യങ്ങൾ. ഈ ആളുകൾ ഒരു തരത്തിലും നമ്മൾ പിന്നെ സർക്കാരിന് കൈവിടാൻ പറ്റില്ല. അതിന് അവരോടൊപ്പമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും. അതിൻ്റെ വിമർശനങ്ങളൊക്കെ നമ്മൾ സ്വാഗതം ചെയ്തു. നമ്മളുടെ പോരായ്മകൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ സംവിധാനങ്ങളുടെ വിശ്വാസ്യത തകർന്നാൽ ഭരണം നേരത്തെ പറഞ്ഞ പോലെ പല ആളുകളാവാം, പിന്നെ സർക്കാരിനോടുള്ള അല്ലെങ്കിൽ ആ ഭരിക്കുന്ന പാർട്ടികളോടൊക്കെയുള്ള നമ്മുടെ സമീപനങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മളെ വിമർശിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങളാണെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്, അത് വേറെ കാര്യം. പക്ഷേ ഈ ദുരന്ത നിവാരണം പോലുള്ള സംവിധാനങ്ങളിലുള്ള വിശ്വാസ്യത തകർന്നാൽ നമുക്ക് പ്രയാസമാവും ഭാവിയിലേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും അവസാനിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വയനാട് പുനരധിവാസം ഏറ്റവും മാതൃകാപരമായി നടത്താനുള്ള ശ്രമമാണ് ഇപ്പോഴും നമ്മൾ എല്ലാവരും ചേർന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ട് നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന വിപത്ത് എന്ന് പറയുന്നത് വലിയ വിപത്താണ്. കാരണം തുടർന്ന് അങ്ങോട്ട് ഓരോ കേരളത്തിൻ്റെ ഭരണ ചരിത്രം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, പലപ്പോഴായിട്ട് അധികാരങ്ങൾ മാറി മാറി വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ കാലത്തും നമുക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ, അർഹതപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സർക്കാർ സംവിധാനം കൃത്യമായിട്ട് പോകേണ്ടതുണ്ട്. വിമർശിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിമർശിക്കണം. പക്ഷേ അതൊരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് പോകുന്നതിന് പകരം കൺസ്ട്രക്റ്റീവായിട്ടുള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള, ഗുണപരമായ
ഗുണപരമായ രീതിയിലേക്കുള്ള വിമർശനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. വസ്തുതകൾ അറിഞ്ഞ് വിമർശിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. കാരണം ഇത്രയധികം പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരും ചോദ്യങ്ങൾ ഉന്നയിക്കുക വേണം. കാരണം ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ആ സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കൃത്യമായ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ മാത്രമാണ് അത് മുന്നോട്ട് പോവുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഇതാണ്. നമ്മളൊരു CNDRF പോലെയുള്ള ഒരു സംവിധാനം സുതാര്യമായി സത്യസന്ധമായിട്ട് മുന്നോട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ബോധ്യം നമുക്കുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പുറത്ത് നമ്മളത് തെറ്റായ പ്രചരണം നടത്തരുത്. കാരണം ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കൊക്കെ വരാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ വരാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മൾ ഓരോരുത്തരുടെയും വിയർപ്പിൽ നിന്നൊരു പങ്ക് തന്നെയായിരിക്കും നമ്മൾ അന്നും നമുക്ക് മറ്റ് ഈ ബാധിതരായുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ കുഴി തോണ്ടുന്ന പരിപാടി ആയിരിക്കും അത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. ഈ കാര്യങ്ങൾ ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ സംസ്ഥാനത്തെ കാലവർഷക്കെടുതിയും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഇത്തരം പ്രചരണങ്ങൾ വരുന്ന സമയത്ത് ഒന്ന് ചുമ്മാ പെട്ടെന്ന് കാണുന്ന ആവശ്യത്തിൻ്റെ പുറത്ത് ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഒന്നിലധികം തവണ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നാടിനും ഗുണപരമായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കലില്ല. വസ്തുത എന്താണ് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. താങ്ക് യു.